വിവാദങ്ങൾക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്നാണ്. സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളും നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളുമാണ് പ്രധാന അജണ്ട. പാർട്ടികളുടെ പ്രശ്നങ്ങളാകും കൂടുതൽ ചർച്ചയാവുക. സജോ ദേവസ്യ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സജോ, ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പാർട്ടിക്കകത്തെയും പുറത്തെയും. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് KPCC യോഗത്തിന്റെ അജണ്ട? സജോ. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. നേരത്തെ ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ഭിന്നതയെ തുടർന്ന് പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സർക്കാരിനെതിരായ സമരപരിപാടികൾ ഇതിനകം പ്രാഥമിക ധാരണ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പുകളോട് അടുക്കുകയാണ്. ഇനിയിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, അങ്ങനെ സമരപരിപാടികളുമായി സംഘടന താഴെത്തട്ടിൽ സജീവമാകണമെന്ന നിലപാടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഒപ്പം നിയമസഭയിൽ ഇനി എന്ത് തന്ത്രം സ്വീകരിക്കണമെന്ന വിഷയം ബ്രൂവറി അടക്കം കൂടുതൽ സജീവമായി ഉയർത്തിക്കൊണ്ടുവരണമോ എന്ന വിഷയത്തിലടക്കമുള്ള നിലപാടും സ്വീകരിക്കും. പക്ഷേ അതിനുമെല്ലാം അപ്പുറം കോൺഗ്രസിനകത്ത് ഉള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയെ ശ്രദ്ധേയമാക്കുന്നത്. നേരത്തെയും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഭിന്നത, നേതൃമാറ്റ ആവശ്യം ഉയർന്നതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ, പുനഃസംഘടനയെ ചൊല്ലി താഴെത്തട്ടിൽ തൊട്ട് മുതൽ മുകളിലേക്ക് നേതാക്കന്മാർക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ തുടങ്ങി കോൺഗ്രസിനകത്ത് ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അത് ഉറപ്പായും ചർച്ചയുണ്ടാകും. അതിന്മേൽ വിമർശനങ്ങളും ഉയർന്നു തന്നെ വരും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അജണ്ടയായി പരിഗണിക്കാൻ സാധ്യതയില്ലെങ്കിൽ കൂടിയും രാഷ്ട്രീയകാര്യ സമിതി ചേരുന്ന പശ്ചാത്തലത്തിൽ PV അൻവറിന്റെ UDF പ്രവേശ സാധ്യത ഏതെങ്കിലും നിലയ്ക്ക് ആരെങ്കിലും അവിടെ ഉന്നയിക്കപ്പെടുകയോ പരിഗണിക്കപ്പെടുകയോ വരികയോ ചെയ്യുമോ എന്നതൊരു സുപ്രധാന ചോദ്യമാണ്. അതൊരു അജണ്ടയായി നിശ്ചയിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ആരെങ്കിലും ഉന്നയിച്ചാൽ സ്വാഭാവികമായും ആ രാഷ്ട്രീയ സാഹചര്യം അടക്കം ചർച്ചയാവുകയും ചെയ്യും. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസിനകത്തെ ആഭ്യന്തര സമവാക്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ, ആഭ്യന്തര ഭിന്നതകൾ, അതായത് നേരത്തെ നേതൃമാറ്റം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ തുടങ്ങിയവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉയർന്നു വന്ന പലവിധ വിവാദങ്ങൾ നമുക്കറിയാം. അതിനിടയിലേക്ക് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മാത്രമല്ല രമേശ് ചെന്നിത്തല അടക്കം ഉയർത്തിവിട്ട അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ സൂചനകളാണ് അവയെല്ലാം. അത് ഏത് നിലയ്ക്കും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചകളായി പ്രതിഫലിക്കാൻ പോകുന്നു എന്നതാണ് കാത്തിരുന്നു കാണേണ്ട സംഗതി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും ഇന്ദിരാഭവനിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുക. ഓക്കെ, താങ്ക് യു സജോ. താങ്ക് യു.